സോ ഗൈസ്, നമ്മുടെ കൂടെ ഉള്ള ജസീൽ ബ്രോ ആണ്. ജസീൽ ബ്രോയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം മിന്നൽ മുരളി നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ച് UK-ലെല്ലാം വൈറലായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെല്ലാം വൈറലായിരിക്കുന്ന ജസീൽ ബ്രോ ആണ്. നമസ്കാരം. നമസ്കാരം ബ്രോ പറ, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവങ്ങളൊക്കെ? ഏകദേശമൊക്കെ കണ്ടു, പക്ഷേ പലരും ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു മറ്റേ ചൈൽഡ് അബ്യൂസ് അങ്ങനെയുള്ള കേസുകൾ വരുമെന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെയാണ് വരുന്നത്. സോ ബ്രോയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, എങ്ങനെ സംഭവിച്ചത്, എങ്ങനെയായിരുന്നു എന്ന് പറയൂ. അത് ഞാൻ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് കോൾ വന്നത്. ഞാൻ ആ കോള് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യായിരുന്നു. അപ്പോഴാണ് കോളുള്ള ആളാണ് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് ഇങ്ങനെ എന്തൊരു സൗണ്ട് എന്ന്. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്. കോള് അവിടെ തന്നെ ഉള്ള ആളായിരുന്നു അതോ ഇവിടെ ലണ്ടനിലുള്ള ആളാണ്? അല്ല, ഈ സ്പോട്ടിൽ അല്ലല്ല, അത് ഫോൺ സ്പീക്കറിലിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പുറത്തുനിന്നൊരു സൈറൻ സൗണ്ട് കേട്ട കാരണമാവും, കരയുന്ന സൗണ്ട് കേട്ട കാരണം. അപ്പൊ സ്പോട്ടിലാണ്, അപ്പൊ തന്നെയാണ് ഞാനും കേൾക്കുന്നത്. ഞാൻ വെച്ചാൽ അപ്പൊ കാര്യമാക്കിയില്ല, സ്കൂൾ വിടുന്ന സമയമാണല്ലോ, പിള്ളേരൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഇതാക്കുന്നതാണെന്ന് ആദ്യം വിചാരിച്ചത്. അപ്പൊ തന്നെ അതിന്റെ വിൻഡോ തുറന്ന് നോക്കിയപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിന്ന് കരയുന്നതും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ട്. ഫ്ലാറ്റിൽ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നൊക്കെ പുറത്തേക്ക് തലയിട്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ നോക്കുന്ന ഡയറക്ഷനിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുട്ടി. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ആയിരുന്നോ അതോ? ഇല്ലല്ല, ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ കൊച്ച് ഹാങ് ചെയ്ത് കിടന്നിരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അല്ല, ഈ നമ്മുടെ സെയിം ബിൽഡിംഗ് ആണ്. പക്ഷേ ആക്സസ് എല്ലാം വേറെ വേറെയാണ്, എല്ലാവർക്കും ഡിഫറെന്റ് ആക്സസ് ആണ്. ഓക്കെ, അപ്പം ഇത് ഏത് മറ്റേ ബ്രിട്ടീഷ് ആയിരുന്നോ അതോ? അത് ഇവിടുത്തെ ആളാണ്. അറിയാവുന്നതായിരുന്നോ? ഇല്ല, നമുക്ക് അങ്ങനെ ഇവിടുത്തെ UK-ലെടുത്ത് അറിയാലോ, നമുക്ക് തൊട്ടപ്പുറത്തുള്ള കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇങ്ങനെ സാധാരണ നമ്മൾ ഇങ്ങനെ പൊതുവെ പബ്ലിക്കായിട്ടുള്ള കുട്ടികളെ പോയി എടുക്കുന്നതും ഒക്കെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യമേ ബ്രോ എങ്ങനെ ചിന്തിക്കുകയല്ലേ ചെയ്തോ? അത് ചിന്തിക്കാത്ത കാരണമല്ലോ ഡ്രസ്സ് പോലെ. അതെ, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അറിഞ്ഞത് ബ്രോ എന്നിങ്ങനെ ഫോളോവർ ആണെന്നും, പിന്നെ ബ്രോയുടെ ആരോ ഇങ്ങനെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൊഫൈലിന്റെ. അപ്പോൾ അങ്ങനെ കയറി പിന്നെ ബ്രോ ഞാൻ കണ്ടത്. അപ്പോൾ ഇങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവാർഡോ ക്യാഷ് അവാർഡും അത് സത്യം പറഞ്ഞാൽ അത് ഫേക്ക് ആണ്. പോലീസുകാർ വന്നായിരുന്നു, അവർ വന്ന് ഹഗ് ചെയ്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പോയി എന്നല്ലാതെ ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഇതിലെല്ലാം അതെല്ലാം ഫേക്ക് ആണ്. അത് അങ്ങനെ സിസ്റ്റം ഇവിടെ ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ആരത് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അത് ചെയ്തവർക്കൊക്കെ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഇട്ടവർ അതിലൊക്കെ പോയിട്ട് അത് ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർ അത് നോക്കി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ പറയേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ഒരു അവാർഡ് അവർ പിന്നാണ് വന്നത്, അത് കഴിഞ്ഞ് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം. അത് ആ സ്പോട്ടിലും വന്ന് അത് കഴിഞ്ഞ് ഞാൻ എന്താ വെച്ചാൽ അത് കൊച്ചിനെ അങ്ങോട്ട് എടുത്ത് കൊടുത്ത് അതുവഴി വന്ന വഴി തന്നെ ഓടിപ്പോവാണ് ചെയ്തത്. അപ്പൊ അവർക്ക് അറിയാം അതിന്റെ ആക്സസ് ബാക്കിലോട്ടാണെന്ന്. അതുവഴി ജോലിക്ക് പോകാണ്ട് ഇറങ്ങുന്ന സമയത്ത് വന്നിട്ട് ഇത് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇതാക്കി പോയി. വേറെ പ്രശ്നം ഇല്ല. ഞാൻ പിന്നെ ആ കുട്ടിയെ കാണാൻ പിന്നെ പോയിട്ടില്ല. പിന്നെ അവര് ഇനി എങ്ങനത്തെ ഇതിലാണെന്ന് അറിയില്ലല്ലോ, ഇവിടുത്തെ സിസ്റ്റം. പിന്നെ കാണാനോ ഇല്ലല്ല, അതും അവരിങ്ങോട്ട് കാണാനും അവർക്ക് അറിയില്ല. അത് സത്യം പറഞ്ഞത് ആരാ എവിടെ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല. അന്വേഷിച്ച കിട്ടുമായിരിക്കും. എനിക്കിപ്പോ അവരെ എവിടെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്കും അന്വേഷിച്ച കിട്ടുമായിരിക്കും. പക്ഷെ അത് ഇപ്പൊ അവിടെ എന്ത് സിറ്റുവേഷൻ എങ്ങനെ നടക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ. ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ചിലപ്പോൾ അത് ഈ ചൈൽഡ് കെയർ ഭയങ്കര ഇഷ്യൂ ആണ്. ഇതിന്റെ പേരിൽ അവർ എന്ത് ചിലപ്പോൾ ടേക്ക് ഓവർ വരെ ചെയ്യാൻ ചാൻസ് ഉള്ളതാണല്ലോ. അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അത് അറിഞ്ഞിട്ടില്ല ഞാൻ. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഇതിനൊന്ന് മാറി പോയി കാണാമെന്ന് വിചാരിച്ചു നിൽക്കുന്നു. ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ അനന്തപുരം ഈസ്റ്റാമിൽ തന്നെ. ഓക്കെ. അപ്പൊ നാട്ടിൽ നിന്ന് കുറെ വാർത്താ ചാനലിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ കോണ്ടാക്ട് ആയത്? അത് എങ്ങനെ അറിയാം, എന്ത് സംഭവിച്ചത് അറിയില്ല. എനിക്ക് ഇപ്പോഴും ഫോണും തുറക്കാൻ പറ്റുന്നില്ല. മെസ്സേജസും അത് എവിടുന്നാ വരുന്നത് പോലും അറിയില്ല. സത്യം പറഞ്ഞാൽ ഇമിഗ്രൻസിനെ കൊണ്ട് UK-യിൽ പുറത്തിരിക്കുന്ന സമയമാണ്. സോ ഒരു ഇമിഗ്രൻ്റ് തന്നെ UK-യിൽ ഇതുപോലൊരു സത്യം പറഞ്ഞാൽ ജസീൽ ബ്രോയുടെ ഇടപെടലാണ് അങ്ങനെ വലിയൊരു സംഭവം. പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പോലീസിൻ്റെ കയ്യിൽ കിട്ടിയില്ല. നമ്മൾ ആ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ട്. പോലീസിൻ്റെ കയ്യിൽ കിട്ടിയില്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കുഞ്ഞിനെ കിട്ടിയത്. സോ വേറെ ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടി ചെയ്ത് ഇവിടുത്തെ ഈ പറഞ്ഞാൽ എന്ത് കാര്യം ഇപ്പോൾ ഒരു റോബറി നടക്കുന്നില്ല, തെഫ്റ്റ് നടക്കുന്ന ആരും അതിനകത്ത് കയറി ഇൻവോൾവ് ആവത്തില്ല. കാര്യം നമ്മളുടെ സേഫ്റ്റിയാണ് ആദ്യം നോക്കുന്നത്. അപ്പം ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമായിരുന്നു. ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് പെട്ടെന്ന് വേറെ ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടി. ബ്രോയ്ക്ക് എങ്ങനെ ഫാമിലിയൊക്കെ ഉണ്ട്? ഫാമിലി ഉണ്ടായിരുന്നു, ഇപ്പോൾ നാട്ടിലൊക്കെ പോയി. ഓക്കെ. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഹാപ്പിയാണ്? നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ട് എല്ലാവരും? അതെ, ഓക്കെ ബ്രോ, വളരെ സന്തോഷം കണ്ടതിൽ. എനിക്ക് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ തരാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ തന്നെ ജോലി സ്ഥലത്ത് ഓടി വന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്.